നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. The number you are trying to reach is currently switched off. എന്താടാ ഭയങ്കര ടെൻഷനിലാണല്ലോ. ഏയ് അങ്ങനൊന്നുമില്ല. നീ എന്താന്ന് പറ സഞ്ജു. ഇത്രയും ദിവസമായിട്ടും സ്വപ്നയുടെ ഒരു ഫോണോ മെസ്സേജോ ഒന്നുമില്ല. അവൾക്ക് എന്നോട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എന്താ സഞ്ജു, അവളെ കൊടുക്കാനായി ഇറങ്ങി തിരിച്ചിട്ട് അവസാനം നീ തന്നെ അവളുടെ കുടുക്കി പെട്ടോ? നിന്റെ സംസാരം കേട്ടാ അവളോട് ആത്മാർത്ഥ പ്രേമമായെന്ന് തോന്നുള്ളൂ. എനിക്ക് അവളോട് പ്രേമം മൂന്നിട്ടൊന്നും അല്ല ഞാൻ ഈ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ വട്ടം അവളോട് വന്നപ്പോ ഞങ്ങൾ തമ്മിൽ എല്ലാ അർത്ഥത്തിലും അടുത്തല്ല. ഏത് പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനൊരു അവസ്ഥയിൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അവളെ കൈവിടരുത്, ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞ് യാചിക്കും. പക്ഷേ സ്വപ്ന എനിക്കൊരു മെസ്സേജ് പോലും അയച്ചില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നുമില്ല, മെസ്സേജിന് റിപ്ലൈയും ഇല്ല. അവൾക്ക് വല്ല അസുഖവും പിടിച്ചു കാണും. അല്ലെങ്കിൽ പിന്നെ അവളെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കാതെ ഗിരി പൂട്ടിയിട്ട് കാണും. ഇതിലെന്താണ് സംഭവിച്ചെന്ന് അറിയുകയാണെങ്കിൽ അതിനനുസരിച്ച് തയ്യാറെടുപ്പ് നടത്താമല്ലോ. ഞങ്ങൾ തമ്മിൽ നടന്നത് എന്താണെന്ന് ഗിരി അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതിനു മുമ്പ് നാട് വിടുന്ന ബുദ്ധി. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ അവിടെ വരെ ഒന്ന് പോയാലൊന്ന് ആലോചിക്കാം. സഞ്ജു, നിന്റെ പോക്ക് എങ്ങോട്ടാന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടേ. അവളുടെ പുറകെയുള്ള നിന്റെ നടത്തി നിർത്തുന്ന നല്ലത്. ശാലിനി ഗിരിയുടെ പുറകെ നടന്നപ്പോ ഗോപാലേട്ടനെടുത്ത അതേ നിലപാട് തന്നെ ആയിരിക്കും നീ സ്വപ്നയുടെ പുറകെ നടന്നാലും എടുക്കുക. എനിക്കും ശാലിനിക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ചാച്ചു. അവൾക്ക് ഗിരിയോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ്. എനിക്ക് ഗിരിയോട് പകരം വീട്ടാനുള്ള ഒരു വഴി മാത്രം സ്വപ്ന. ആ ആവശ്യം കഴിഞ്ഞാ പിന്നെ ഞാൻ അവളെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിനക്ക് അവളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ അവളുടെ പുറകെ ഓരോന്ന് അന്വേഷിച്ച് നടക്കുന്നേ? ആവശ്യമുണ്ടെങ്കിൽ അവൾ നിന്റെ പുറകെ വരട്ടെ. അതല്ലേ ഹീറോയിസം. ആ അതെ, അതത്രേ ഉള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എല്ലാം നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ. ഞാൻ സഹായിക്കണം അമ്മേ? വേണ്ട മോളെ, ഇത് കുറച്ചല്ലേ ഉള്ളൂ. ആഹാ, ട്യൂഷൻ ക്ലാസ് ഒക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ആ, ഇപ്പൊ പഠിപ്പിക്കല് കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ലാത്തതായി മാറി. കുട്ടികളൊക്കെ പറഞ്ഞ അനുസരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയാ മതി, പിന്നെ അവരെന്ത് പറഞ്ഞാലും അനുസരിച്ചോളും. ഇപ്പൊ കൂടുതൽ കുട്ടികൾ ട്യൂഷന് വേണ്ടി വരുന്നുണ്ട്. എല്ലാവരെയും കൂടി എങ്ങനെ പഠിപ്പിക്കുമാവും? മോളെ ജോലി ചെയ്യുന്നതേ സ്വന്തം ചെലവുകൾക്ക് വേണ്ടി വേറെ ആരെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് മറക്കരുത്. കുറച്ചു കൂടുതൽ കാശുണ്ടാക്കാൻ വേണ്ടി മോളുടെ സമയം കളയരുത്. മോളുടെ ലക്ഷ്യം ഡോക്ടർ ആകുക എന്നുള്ളതാണ്, ടീച്ചർ ആവുക എന്നുള്ളതല്ല. ഞാൻ പഠിപ്പിൽ ഉഴപ്പൊന്നും ഇല്ലമ്മേ. എനിക്ക് വേണ്ടി അല്ലെങ്കിലും എന്റെ അച്ഛനും ചേച്ചിക്കും വേണ്ടി എനിക്ക് ഡോക്ടറായേ പറ്റൂ. മിടുക്കി, മിടുക്കി. ആഹാ, അമ്മേന്ന് ഒറ്റയ്ക്ക് പാചകം തുടങ്ങി. പിന്നെ നീ വരുന്നത് വരെ കാത്തിരിക്കണോ? ഈയിടെയായിട്ടെ നീ എല്ലാ ദിവസവും വൈകിയാ വരുന്നേ. ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് നിന്റെ പരിപാടിയെന്ന് എനിക്ക് മനസ്സിലായടാ. അമ്മേ, സത്യമായിട്ടും ഓഫീസിൽ തിരക്കൂടി ഉണ്ടാ. ഇപ്പോഴേ ഡെയിലി എനിക്ക് ഒരു കേസ് വെച്ച് കിട്ടുന്നുണ്ടമ്മേ. അല്ലെങ്കിലും ഒരു വക്കീലിനെ തിരക്കണ്ടെന്ന് പറഞ്ഞാ അമ്മയ്ക്ക് മനസ്സിലാവോ? അല്ലേ മഹിമേ? ആ, എനിക്കറിയില്ല.
ഞാൻ വക്കീലല്ലോ, ചെറിയ കുട്ടിയല്ലേ. എനിക്കിതിനെ കുറിച്ചൊക്കെ എന്തറിയാനാ. ഞാൻ പോവാ അമ്മേ. ആ, മോളെ മോളെ ഏ? ഡാ, നീ അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ് പിന്നെന്തിനാ അവള് നിന്നോട് ദേഷ്യപ്പെട്ടു പോയേ? എന്നോടാണെന്ന് ഉറപ്പൊന്നുമില്ലോ. അമ്മയുടെ ആവാലോ. ഡാ, എന്റെ മുന്നിൽ ഇത്രയും നേരം കളിച്ചു ചിരിച്ചിരുന്ന കുട്ടിയാ. നീ വന്ന ഉടനെ അത് മുഖം വീർപ്പിച്ചങ്ങ് പോയി. നീ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു കാണും, അല്ലാതെ അവളിങ്ങനെ ദേഷ്യപ്പെട്ടു പോവില്ല. ഓ, വിഷയം എന്താണെന്ന് അറിയില്ലെങ്കിലും തെറ്റ് എന്റെ ഭാഗത്താണെന്നാണ് തീരുമാനിച്ചു അല്ലേ? എടാ, അവള് ഗേറ്റ് വരെ എത്തിക്കാണില്ല. ഓടിപ്പോയി പ്രശ്നം എന്താന്ന് ചോദിക്കേ. ആ അയ്യടാ, ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് കാര്യം എന്താന്ന് ചോദിക്കണം അല്ലേ? ആ, അങ്ങനെ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ടെ എന്ത് തെറ്റാ ഞാൻ ചെയ്തെന്ന് തിരക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാനേ ഒരു ആൺകുട്ടിയാ. എന്നാലേ മോൻ ഒരു കാര്യം ചെയ്യും, ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഞാൻ ഒരു ആൺകുട്ടിയാണ് എന്ന് നിന്റെ നെറ്റിയിൽ അങ്ങോട്ട് ഒട്ടിച്ചു പോയി. ആളുകൾ ബഹുമാനിക്കും. അമ്മേ, വെറുതെ വാശി കാണിക്കാൻ നിൽക്കണ്ട. അത് നിന്നേക്കാൾ കൂടുതൽ അവക്കുണ്ട്. മര്യാദയ്ക്ക് വിഷയം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. ഹ്, എന്താ ഒരു അഹങ്കാരം ഇവന്റെ. പോയി ചോദിച്ചാലോ? ഏയ്, ഇതൊക്കെ ചിലപ്പോൾ ഒരു ടെസ്റ്റ് ആയിരിക്കും. ഏയ്, വെറുതെ സ്വന്തം വില കളയണ്ടല്ലോ. എന്തോ കാര്യമായി പറയാനുണ്ടെന്ന് മനസ്സിലായി. പറഞ്ഞോ. അന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഗിരിയേട്ടൻ ശാലിനിയെ കണ്ടിരുന്നോ? ഇല്ല, എന്തു പറ്റി? എന്നെ കാണാൻ സ്റ്റേഷനിൽ അവള് വന്നിരുന്നു. ആണോ? എന്നിട്ട് എന്തു പറഞ്ഞു? ഗിരിയേട്ടനെ സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ള സ്വപ്നം കൈവിടുകയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഇനി അവള് ഗിരിയേട്ടന്റെ പുറകെ നടക്കില്ലാന്ന്. കഷ്ടമായി പോയല്ലോ. എന്താ ഇത്ര വിഷമം? അല്ല, ഇങ്ങനെ ഒരുത്തി പുറകെ നടക്കാനുള്ളത് നല്ലതായിരുന്നു. എന്ത് നല്ലത്? അല്ല, നീ എന്നോട് മോശമായി പെരുമാറിയാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടെന്നൊരു തോന്നൽ നിനക്കുണ്ടാവുമല്ലോ. ആ പേടി ഉള്ളതുകൊണ്ട് നീ എന്നോട് കുറച്ച് കൂടുതൽ നന്നായി പെരുമാറാനുള്ള സാധ്യതയുണ്ട്. അയ്യടാ, എനിക്ക് അങ്ങനെയുള്ള ഒരു പേടിയും ഇല്ല. പോയാ പോട്ടേന്ന് വിചാരിക്കും. ഓഹോ, ഇതൊക്കെ നീ പറയാൻ കാരണം ഞാനൊരു മര്യാദാ പുരുഷോത്തമനായതുകൊണ്ടാണെന്ന് എനിക്കറിയാം. എന്തായാലും ഇനി അവളുടെ ശല്യം സഹിക്കണ്ടല്ലോ. സമാധാനമായി. അത്ര സമാധാനിക്കൊന്നും വേണ്ട.